നിലമ്പൂരിലെ പരാജയത്തിൽ നിന്നും യേശുവിനെ പോലെ എം സ്വരാജ് ഉയിർത്തെഴുന്നേൽക്കുമെന്ന് എ കെ ബാലൻ. തോൽവിക്ക് കാരണം അടിയൊഴുക്കുകളാണെന്നും എ കെ ബാലൻ ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്നു. പി വി അൻവറിന് യൂദാസിന്റെ ഗതി ഉണ്ടാകുമെന്നാണ് പരിഹാസം. എ കെ ബാലൻ സ്വന്തം കാര്യം നോക്കിയാൽ മതി എന്നാണ് പി വി അൻവറിന്റെ മറുപടി. ബാലേട്ടനോട് പറയല്ലോ, അതാണ് അവനവൻ്റെ കാര്യം ബാലേട്ടൻ നോക്കിയാൽ ഇനിയില്ല കുറച്ച് കാലമെങ്കിലും എന്താ പറയുക അങ്ങനെ നിറഞ്ഞു നിൽക്കുക. പിണറായിസം കേരളത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ആണി നിലമ്പൂരിൽ അടിച്ചു കഴിഞ്ഞു. ഇതന്നെ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ബാക്കി മണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറുതെ പിണറായിസവും താങ്ങി നടന്നിട്ട് ഇപ്പം ആ നാട്ടിൽ അദ്ദേഹത്തിന് പഞ്ചായത്തിലെങ്കിലും ചെറിയ നിലയും നിലയുണ്ട്. അത് ദയവായി ബാലേട്ടൻ കളയരുത് എന്നാണ് ആ വിഷയത്തിൽ സഖാവ് ബാലേട്ടനോട് എനിക്ക് പറയാനുള്ളത്. റഹീസ് ഋഷി വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ലേഖനത്തിലാണ് എ കെ ബാലൻ ഉയിർത്തെഴുന്നേൽക്കും യേശുവിനെ പോലെ എം സ്വരാജ് എന്ന് പറയുന്നത്. അതോടൊപ്പം അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അപ്പോൾ അൻവർ മറുപടി നൽകുകയും ചെയ്തു. അതിനുശേഷം എ കെ ബാലന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷമുള്ള ഒരു എ കെ ബാലൻ്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല സ്മൃതി. ഇന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDFന് അഹങ്കരിക്കാൻ എന്തുണ്ട് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും പിന്നീട് ഉള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്നത്. ആ ലേഖനത്തിൻ്റെ പ്രധാന ഭാഗം എന്തുകൊണ്ട് പി വി അൻവർ ഇത്ര വോട്ട് പിടിച്ചു, UDFന് വിജയിച്ചിട്ട് എന്തുകൊണ്ട് അഹങ്കരിക്കാൻ പറ്റില്ല എന്ന കാര്യങ്ങളാണ് പറയുന്നത്. അൻവർ സർക്കാരിൻ്റെ ഭരണ നേട്ടത്തിൻ്റെ വോട്ടിൻ്റെ ഒരു ഭാഗം അൻവർ പിടിച്ചു എന്ന കാര്യം അതിനകത്ത് സമ്മതിക്കുന്നുമുണ്ട്. അതിനുശേഷമാണ് എം സ്വരാജിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്ന കാര്യം പറയുന്നത്. ബൈബിളിലെ കുറച്ച് വാക്യങ്ങൾ അതിനുവേണ്ടി പറയുന്നുമുണ്ട്. യൂദാസ് ഭൂമി വാങ്ങിയിരുന്നു. ആ ഭൂമി പാപത്തിൻ്റെ ഭൂമി എന്നാണ് പറയപ്പെട്ടത്. അവിടെ ഉണ്ടായിരുന്ന പൂക്കൾക്ക് സുഗന്ധമല്ല ദുർഗന്ധമാണ് ഉണ്ടായത്. അതിനുശേഷം ആ ഭൂമിയിൽ തലതല്ലിയാണ് യൂദാസ് മരിച്ചത്. ആ ഓർമ്മകൾ അൻവറിനെ ഓർമ്മപ്പെടുത്തിയുള്ള ഒരു ലേഖനമാണ്. അതിന് കൃത്യമായൊരു മറുപടി. ഏതെങ്കിലും തരത്തിൽ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് പിണറായി വിജയനിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന പരിഹസിക്കുന്ന ഒരു മറുപടി പി വി അൻവറിനെ എ കെ ബാലന് നൽകുകയും ചെയ്തു. സ്മൃതി. റഹീസ് ഋഷിദാണ് വിവരങ്ങൾ നൽകിയത്.